ഹലോ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ അർമേനിയൻ സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആണ്. ഇത് 2 പാർട്ടായിട്ടാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. ദിൽജാൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ പോയ ഒരു യാത്രയും അവിടെ ഞങ്ങൾ താമസിച്ച സ്ഥലവും ഞങ്ങൾ പരിചയപ്പെട്ട ആൾക്കാരും അവിടുത്തെ ഗ്രാമീണ ജീവിതവും ഒക്കെയാണ് നമ്മൾ ഈ രണ്ട് എപ്പിസോഡിലുമായിട്ട് കാണാൻ പോകുന്നത്. സോ വെൽക്കം ടു അവർ ചാനൽ ലൈഫ് ചാപ്റ്റേഴ്സ്. ഞങ്ങൾ ടൂർ പാക്കേജെല്ലാം ഒഴിവാക്കിയിട്ട് ഞങ്ങൾ സ്വന്തമായിട്ട് അർമേനിയയുടെ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഞങ്ങൾ റൂമിൻ്റെ അടുത്ത് നിന്ന് നോർത്തേൺ ബസ് സ്റ്റേഷൻ വരെ ഞങ്ങൾ ബസ്സിന് വന്നു. അത് കുറച്ച് ക്രൗഡഡ് ആയതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇന്നിപ്പോൾ 10ാമത്തെ ദിവസമല്ലേ, അപ്പം ദിൽജാൻ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ദിൽജാൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാനുള്ള ബസ്സിൽ കയറിയിരിക്കുകയാണ് ഞങ്ങളിപ്പം. ബസ്സൊന്നുമല്ല, നമ്മളൊരു മിനി വാൻ സെറ്റപ്പാണ്. ഇതിനകത്ത് എത്ര സമയമൊക്കെ ബോർഡൊക്കെ വേണ്ടി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഇനിയുള്ള 2 മണിക്കാണ് ബസ്. അപ്പോൾ ഞങ്ങൾ നേരത്തെ തന്നെ ബസ്സിലേക്ക് കയറിയിരുന്നു. വലിയ ചൂടൊന്നുമില്ല, അത്യാവശ്യം കാറ്റൊക്കെ ഉണ്ട്. ഇതുവരെ വേറെ ആരും കയറിയിട്ടൊന്നുമില്ല. ഒരാൾ മാത്രം ജസ്റ്റ് ഇങ്ങനെ കയറി ഇരിപ്പുണ്ട്. വേറെ ആരും വന്നിട്ടില്ല. ഈ ദിൽജാൻ എന്ന് പറയുന്ന സ്ഥലം ഇവിടുന്ന് ഒരു 1.5 മണിക്കൂർ പോകാനുണ്ട്. അപ്പം സ്വിറ്റ്സർലാൻഡ് ഓഫ് അർമേനിയ എന്നാണ് പറയുക. അപ്പം ഞങ്ങൾ എന്തായാലും ജസ്റ്റ് ഒന്ന് പോയി കാണാമെന്ന് വിചാരിച്ചു. അവിടെ നാഷണൽ പാർക്ക്, പിന്നെ കുറച്ച് മൊണാസ്ട്രീസ്, ലേക്ക്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് അവിടെ സ്റ്റേ ചെയ്യാമെന്ന് വെച്ചു. അവിടെ ഒരു ഹോസ്റ്റലിൽ ഞങ്ങൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. എക്സ്പെൻസീവ് അല്ല, വളരെ ചീപ്പാണ്. ഒരു 50 ദിറംസ് പെർ ഡേ അങ്ങനെയൊക്കെ വരുള്ളൂ 2 പേർക്ക് റൂമിന്. അപ്പം ഇന്ന് അവിടെ പോയി താമസിച്ച് നാളെ ഒരു ഉച്ച വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് തിരിച്ചു വരാമെന്ന് വിചാരിച്ചു. എന്തായാലും ഇനി 3-4 ദിവസമുള്ളൂ പോകാൻ വേണ്ടിയിട്ട്. അപ്പം അതിനു മുമ്പായിട്ട് ദിൽജാനും കൂടെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. എന്തായാലും അർമേനിയയുടെ ഓൾമോസ്റ്റ് സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ കണ്ടു. ഇപ്പോൾ ദിൽജാൻ മിസ്സാക്കാൻ വേണ്ടി തോന്നുന്നില്ല. എല്ലാവരും അഭിപ്രായം നോക്കുമ്പോൾ ദിൽജാൻ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസ് ആണ് അർമേനിയയിലത്തെ. എസ്പെഷ്യലി വിൻ്ററിലാണ് എല്ലാവരും ഭയങ്കര ഭംഗിയായിട്ട് പറയുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ സമ്മറിൽ വന്നുകൊണ്ട് സമ്മറിലെ ഭംഗി എങ്ങനെയാണെന്ന് അറിയണമല്ലോ. അപ്പം പിന്നെ ദിൽജാനിലൊക്കെ പോയി ഒന്ന് കറങ്ങിയിട്ട് വരാം. ബാക്കിയൊക്കെ വീഡിയോയിലും കാര്യങ്ങളൊക്കെ കാണാം. ഓക്കെ. എന്തായാലും പറഞ്ഞതിലും അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ വണ്ടി എടുത്തു. റോഡിലൊന്നും തിരക്കൊന്നുമില്ല. ഉച്ചയുടെ ചൂടുമുണ്ട്. വണ്ടിയിലൊക്കെ നിറച്ച് ആൾക്കാരും ആയിരുന്നു അപ്പോഴത്തേക്ക്. യാത്രയൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. 2 സൈഡിലും നിറയെ പഴത്തോട്ടങ്ങളും പുൽമേടുകളും കുന്നുകളും മലകളൊക്കെ ആയിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള യാത്ര തന്നെയാണ്. അവരുടെ കുറേ വില്ലേജ് കാഴ്ചകളൊക്കെ കണ്ട് നല്ല രസത്തോടെ നമുക്ക് 1.5 മണിക്കൂർ ദിൽജാനിലേക്ക് യാത്ര ചെയ്യാം. ഒട്ടും ബോറടിക്കാത്ത യാത്ര തന്നെയാണ്. ചെറിയ ചെറിയ ചുരങ്ങളും ഒക്കെ കയറി ഇറങ്ങിയൊക്കെയാണ് നമ്മൾ ദിൽജാനിലേക്ക് എത്തുന്നത്. എന്തായാലും ഞാൻ വളരെ നന്നായിട്ട് തന്നെ യാത്ര എൻജോയ് ചെയ്തു. ദിൽജാൻ പട്ടണം എന്ന് പറയുന്നത് അത്ര വലിയ പട്ടണമൊന്നുമല്ല. വളരെ സാധാരണഗതിയിലുള്ള ഒരു ചെറിയ പട്ടണം തന്നെയാണ്. പക്ഷെ വളരെ വൃത്തിയായിട്ട് സൂക്ഷിച്ചിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. നമ്മളെവിടെയോ കണ്ടുമറന്ന ഒരു യൂറോപ്യൻ സിനിമകളിലെ ഒരു പട്ടണം പോലെയാണ് എനിക്ക് തോന്നിയത്. അമേരിക്കൻ യൂറോപ്യൻ സിനിമകളിലൊക്കെ കണ്ടുമറന്ന ഒരു പട്ടണത്തിൻ്റെ ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. എന്തായാലും ഞങ്ങൾ സെൻട്രൽ ബസ് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഒരു ടാക്സി അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. ഇവിടുത്തെ ഒരു മെയിൻ പ്രശ്നമായിട്ട് തോന്നിയത് ഭാഷയുടെ തന്നെയാണ്. ഇംഗ്ലീഷ് എന്ന് പറഞ്ഞൊരു ഭാഷ ഉണ്ടെന്ന് പോലും ഇവർക്ക് അറിയാൻ തോന്നുന്നില്ല. ഞങ്ങൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു നോക്കിയെങ്കിലും ടാക്സി ഏതാണ്, പ്രൈവറ്റ് വണ്ടി ഏതാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റുന്നില്ല. എന്തായാലും ഞങ്ങൾ ടൗണിൻ്റെ വേറൊരു ഭാഗത്തേക്ക് നടന്നു തുടങ്ങി. ആരെങ്കിലും കണ്ടുപിടിക്കണമല്ലോ. എന്തായാലും മൊബൈലിൽ ഞങ്ങൾ മാപ്പൊക്കെ സെറ്റ് ചെയ്തു ഇവരെ കാണിക്കണമെന്നുണ്ടെങ്കിൽ. എന്തായാലും വേറൊരു ഫീലാണ് ഇവിടെ എത്തിയപ്പം. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു ചെറിയ സിറ്റി, നല്ല പൂക്കളും ചുറ്റും മലനിരകളൊക്കെ ആയിട്ട് വളരെ പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ഫീലാണ് കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ സിറ്റിയുടെ വേറൊരു ഭാഗത്തേക്ക് നടന്ന് ഒരു ടാക്സിക്കാരനെ തപ്പി ഇങ്ങനെ നടക്കുകയാണ്. അവസാനം ഞങ്ങളൊരു അപ്പൂപ്പിനെ കണ്ടുപിടിച്ച് ലോഡ്ജിൻ്റെ പേരൊക്കെ പറഞ്ഞു കൊടുത്തപ്പം അപ്പൂപ്പിന് ഉഷാറെ ഞങ്ങളെ കൊണ്ടുപോകാൻ നേറ്റു. അപ്പൂപ്പിൻ്റെ വണ്ടിയുടെ ചില്ലൊക്കെ പൂട്ടിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും മാറ്റാനുള്ള സാവകാശമൊന്നും പുള്ളിക്കില്ല. എന്തായാലും വഴിയിലൊക്കെ ആൾക്കാർക്ക് നിർത്തിയൊക്കെ കൊടുത്തിട്ട് സാവധാനത്തിലാണ് പുള്ളി വണ്ടി ഓടിക്കുകയൊക്കെ ചെയ്യുന്നത്. എന്തായാലും പെട്ടെന്ന് തന്നെ ഞങ്ങളെ ലോഡ്ജിന് മുമ്പിൽ പുള്ളി എത്തിച്ചു. മാത്രമല്ല നാളത്തെ ട്രിപ്പിനുള്ള വകുപ്പും സെറ്റാക്കിയാണ് പുള്ളി തിരിച്ചു പോയത്. എന്തായാലും വളരെ ഭംഗിയുള്ളൊരു താഴ്വരയിലാണ് ഈ ലോഡ്ജ് നിൽക്കുന്നത്. എന്തായാലും അവിടെ ചെന്നിറങ്ങിയപ്പോൾ തന്നെ എനിക്ക് ആ ഒരു ആംബിയൻസ് ശരിക്കും ഇഷ്ടപ്പെട്ടു. ഒചാക്ക് എന്നാണ് അതിൻ്റെ പേര്. ഞങ്ങൾ ഇറങ്ങി ചെന്ന ഉടനെ തന്നെ അതിൻ്റെ ഓണർ
ലളിത് എന്നാണ് അവർ പേര്. അവർ വന്ന് ഞങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ ഇൻട്രൊഡക്ഷൻ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. വേറെ അവർ പറയുന്ന ഒരു കാര്യങ്ങളും നമുക്ക് മനസ്സിലാവില്ല. എല്ലാം റഷ്യൻ ഭാഷയാണ് സംസാരിക്കുന്നത്. വളരെ കാം ആൻഡ് ക്വയറ്റ് ആൻഡ് പ്ലീസിങ് ആയിട്ടുള്ളൊരു ലൊക്കേഷനാണ് ഈ ഒജാക്ക് എന്ന് പറഞ്ഞ ലോഡ്ജ് നിൽക്കുന്നത്. സാധാരണ ഒരു തനി നാട്ടിൻപുറത്തുള്ളൊരു വീട് എന്നാൽ കുറച്ച് വലുപ്പമുണ്ട്. അല്ലാണ്ട് ഒരു ആഡംബരമോ ഒരു ലക്ഷറിയോ ഒന്നും നമുക്കവിടെ പ്രതീക്ഷിക്കാനേ പറ്റില്ല. ഒരു വില്ലേജ് ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടി ആ ഒരു മൈൻഡ് സെറ്റിൽ പോകുന്ന ആൾക്കാർക്ക് വളരെ പ്ലസൻ്റ് ആയിട്ടുള്ളൊരു അനുഭവം തന്നെ ആയിരിക്കും ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. തനി നാട്ടിൻപുറത്തെ വഴികളും ടാറൊന്നും ഇട്ടിട്ടില്ല. അപ്പുറം ഇപ്പുറമൊക്കെ ചെറിയ ചെറിയ വീടുകളും, ഈ വീടുകളൊക്കെ ഭിത്തിയൊക്കെ ചിലതിനൊക്കെ കെട്ടിയിരിക്കുന്ന കരിങ്കല്ല് കൊണ്ടാണ്, ചിലത് തകര ഷീറ്റ് കൊണ്ടാണ് കെട്ടിയിരിക്കുന്നത്. നമ്മളകത്തേക്ക് കയറുമ്പോൾ തന്നെ ഒരു ആൾക്കാർക്ക് ഇരിക്കേണ്ട ഒരു ചെറിയൊരു ഷെഡ് കെട്ടിയിട്ടുണ്ട്. അവിടെ കുറേ പൂക്കളും പഴച്ചെടികളും ഒക്കെ ആയിട്ട് വളരെ രസകരമായൊരു അന്തരീക്ഷമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിയർ പ്ലാന്റിനകത്താണെങ്കിൽ ഇഷ്ടം പോലെ പിയേഴ്സ് ഇങ്ങനെ കായ്ച്ചു കിടക്കുന്നുണ്ട്. അവിടെ ഒന്നും ആർക്കും വേണ്ടാന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ അതിനെപ്പറ്റി അന്വേഷിച്ച സമയത്ത് അവരിത് വൈൻ ഉണ്ടാക്കാനാണ് എടുക്കുന്നതാണ് പറഞ്ഞത്. അവരുടെ വൈൻ എന്ന് അവർ ഉദ്ദേശിച്ച് ചിലപ്പം വാറ്റാനായിരിക്കും. വേറെ എന്താ പറയുന്നത്, ആപ്പിളുണ്ട്, ബെറീസ് ഉണ്ട്, ഒരുപാട് നമുക്കറിയാത്ത ഏതൊക്കെയോ ഫ്രൂട്ട്സ് ചുറ്റുമുണ്ട്. വളരെ ഗ്രീനറിയാണ് ഈ ഒരു ഒജാക്ക് ഹോം സ്റ്റേയുടെ ചുറ്റുപാടെന്ന് പറയുന്നത്. ചെറിയൊരു പ്രോപ്പർട്ടിയാണ്. ആ പ്രോപ്പർട്ടിയിൽ 3/4 ഭാഗത്തോളം ഈ വീട് തന്നെയാണ്. വീടിൻ്റെ 2ാമത്തെ നിലയിൽ ഓണറും താഴത്തെ നിലയിലാണ് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് താമസിക്കാനായിട്ടുള്ള സൗകര്യം അവർ ഒരുക്കിയിരിക്കുന്നത്. ആപ്പിളിലൊക്കെ ആണെങ്കിൽ നിറച്ച് കായ്ച്ചു കിടക്കുന്ന ആപ്പിള് ആർക്കും വേണ്ട, കുറേയൊക്കെ പൊഴിഞ്ഞു പോയിരിക്കുന്നു. എന്തായാലും നമുക്ക് വീടിൻ്റെ പരിസരവും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ട് ചുറ്റി നടക്കാം. ഈ താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 സൈഡും കാണാം ഇഷ്ടം പോലെ പൂക്കളും ചെടികളൊക്കെ ആയിട്ട്. എവിടെയോ ഊട്ടിയിലത്തേക്കൊരു ഹോം സ്റ്റേയിലൊക്കെ പോയൊരു ഫീലാണ് നമുക്ക് ഇടയ്ക്ക് തോന്നുന്നത്. നമ്മൾ വീട്ടിലേക്ക് കടക്കുമ്പം ഒരു വളരെ പഴയൊരു വീടാണ്. കയറുമ്പം തന്നെ ചെറിയൊരു കിച്ചൺ സെറ്റപ്പ് കാണാം. ഞങ്ങൾക്ക് കയറുമ്പോൾ ഇടതുവശത്തുള്ള മുറിയാണ് തന്നത്. അതിനകത്ത് 2 സിംഗിൾ ബെഡുണ്ട്, സാധനങ്ങളൊക്കെ വെക്കാനുള്ളൊരു ഷെൽഫുണ്ട്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സൗകര്യങ്ങളുള്ള ഒരു ലോഡ്ജാണ്. ബട്ട് ഈ ഒരു ലോഡ്ജിൻ്റെ സൗകര്യത്തിനേക്കാട്ടിലും കൂടുതൽ നമുക്ക് ആ അന്തരീക്ഷം, ആ ഒരു നേച്ചറൊക്കെയാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുക. എന്തായാലും വീടിൻ്റെ ബാക്കിയോടൊക്കെ നമുക്ക് കാണാം. വൈഫൈ ഒക്കെ അവൈലബിൾ ആണ്. സൗകര്യങ്ങളൊക്കെ അവർ ഒരുവിധം നന്നായിട്ട് തന്നെ ഒരുക്കിയിട്ടുണ്ട്. അകത്തേക്ക് കയറി കഴിയുമ്പം വിശാലമായ ഒരു ഹാളാണത്. അത് അവരൊരു ഡോർമിറ്ററി പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 3 കട്ടിലുണ്ട് അവിടെ. ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നുന്നു, ഇതിനൊന്നും അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ല, എല്ലാം പുറത്താണുള്ളത്. അതാണ് ഇതിൻ്റെ ഒരു മെയിനായിട്ടുള്ള പോരായ്മയായിട്ട് എനിക്ക് തോന്നുന്നത്. വീണ്ടും അകത്തേക്ക് കയറി കഴിയുമ്പം ഒരു നല്ല വൃത്തിയുള്ള ഒരു ബെഡ്റൂം വന്നിട്ടുണ്ട്. അതിനകത്തൊരു 3 ബെഡ് വീണ്ടും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഷെൽഫും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് അവരുടെ സ്വന്തം വീട് തന്നെയാണ്. അവർ മുകളിൽ താമസിക്കുന്നു. അവർക്കൊരു മകളാണുള്ളത്, വേറെ ആരുമില്ല. അവർ രണ്ടുപേരും ചേർന്നാണ് ഇത് നടത്തുന്നത്. മകൾ അത്യാവശ്യം ഇംഗ്ലീഷ് സംസാരിക്കും. അവർ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അവരുടെ കയ്യിലുള്ള സംഭവം അവർ വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കുന്നുണ്ട്. നമുക്ക് അതിൽ കൂടുതൽ നമുക്ക് അട്രാക്റ്റീവായിട്ട് തോന്നുന്നൊരു കാര്യം അവരുടെ ഒരു പെരുമാറ്റമാണ്. വളരെ പൊളൈറ്റായിട്ട്, വളരെ സന്തോഷത്തോടുകൂടി, ഈ ഭാഷയൊന്നും അറിയില്ലെങ്കിലും നമ്മളോട് എല്ലാ കാര്യങ്ങളും അവർ വിശദീകരിച്ച് തരുന്നുണ്ട്. നമുക്ക് മനസ്സിലാവുന്നില്ലെന്ന് അവർക്കും അറിയാം, നമ്മൾ പറയുന്നത് അവർക്കും മനസ്സിലാവില്ല. പക്ഷെ എന്നാലും അവർ വളരെ പ്ലസൻ്റായിട്ട് നമ്മുടെ കൂടെ തന്നെ നടന്ന് സംസാരിക്കുന്നുണ്ട്. ഇത് വീടിൻ്റെ ചുറ്റുപാടൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മൊത്തം പഴച്ചെടികളാണ്. നമുക്ക് അറിയാവുന്നതും അറിയാത്തതുമായ ഒരുപാട് പഴച്ചെടികളാണ്. താഴേക്ക് നല്ല വിശാലമായൊരു താഴ്വാരം തന്നെയാണ്. താഴെ വീടുകളുണ്ട്. അവർ പറഞ്ഞത് മഞ്ഞുകാലത്തൊക്കെ ഈ താഴ്വാരം നിറച്ച് വെള്ള പോച്ച പോലെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്, മഞ്ഞായിട്ട്. അതിൻ്റെ പിക്ചറൊക്കെ ഉണ്ട്, ഞാനത് ഇവിടെ തന്നെ ആഡ് ചെയ്തേക്കാം. മനോഹരമായ ഒരു താഴ്വാരം തന്നെയാണ്. അവരുടെ വീടും ഏതോ പഴയ ഫാക്ടറിയൊക്കെ നമുക്ക് അവിടെ പുറകിൽ കാണാം. കുറേ ബെറി, സ്ട്രോബെറി, റാസ്ബെറി, ബ്ലൂബെറി ഒക്കെ ഇഷ്ടം പോലെ അവർ വീടിന് ചുറ്റും തന്നെ കായ്ച്ചു നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ തന്നെ കാണാം നമുക്കൊരുപാട് ഫ്രൂട്ട് പ്ലാന്റ്സും എന്താ പറയുക ചെടികളും, റോസ ചെടികളും, എന്തൊക്കെയോ എനിക്കറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് തരത്തിലുള്ള ചെടികൾ ഈ സ്ഥലത്ത് കാണാൻ വേണ്ടി പറ്റി. മൊത്തത്തിൽ എന്താ പറയുക, ഒരു തനി നാട്ടിൻപുറത്ത് കാണാൻ പറ്റുന്ന എല്ലാ കാഴ്ചകളും നമുക്ക് ഇവിടെയും കാണാൻ വേണ്ടി പറ്റും. നമ്മുടെ നാടല്ലാന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഒരു ഊട്ടി ടച്ച് എല്ലാത്തിനും ഉണ്ട്. ഊട്ടിയിലെ ഒരു ഹോം സ്റ്റേയിൽ പോയാലോ ഒരു വീട്ടിലോ ഒരു ബംഗ്ലാവിലോ പോയാലോ നമുക്ക് കിട്ടുന്ന പല കാഴ്ചകളും നമുക്ക് ഇവിടെയും കാണാൻ പറ്റും. അവിടെ സ്നോഫോൾ ഇല്ല എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇവിടെ അതിഗംഭീരമായ സ്നോഫോളാണ് വിൻ്റർ ടൈമിൽ എന്നാണ് അവർ പറഞ്ഞത്. അവർ കാണിച്ചിരുന്ന പിക്ചറൊക്കെ കാണുമ്പോഴും നമുക്ക് അത് മനസ്സിലാവുന്നുണ്ട്.
ഈ പൂക്കളൊക്കെ ഒരു സൈഡിൽ മാത്രമല്ല അപ്പുറത്തെ സൈഡിലും ഉണ്ട്. ഇത് ഞാൻ ഒരു സൈഡിലെ കാഴ്ചയാണ് കാണിച്ചത്. നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് കൂടി ഒന്ന് നടന്നിട്ട് നോക്കാം എന്താണ് ഇതിൻ്റെ കാഴ്ചകളെന്നൊക്കെ. എല്ലായിടത്തും അവർ ഈ പച്ചക്കറി, അവർക്ക് ലീഫി വെജിറ്റബിൾസൊക്കെ അവർ ഒരുപാട് യൂസ് ചെയ്യുന്നതാണ്. ഇവിടെയാണ് ആപ്പിളിൻ്റെ മരം ഉള്ളത്. ഇഷ്ടം പോലെ കായ്ച്ച് നിൽക്കുന്നുണ്ട്. എത്ര വേണേലും പറിച്ച് കഴിക്കാം. നമുക്ക് മുറ്റത്തുള്ളത് കൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് ഒന്നും തോന്നുന്നില്ല. ഒരെണ്ണം ഞാൻ പറിച്ച് കഴിച്ചായിരുന്നു. പിന്നെ വേണമെങ്കിലും കഴിക്കാം, പക്ഷേ പിന്നെ ഒന്നും കഴിച്ചൊന്നുമില്ല. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ പൂക്കളൊക്കെ ആയിട്ട് നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. അവരുടെ പരിസരം അവർ വളരെ നീറ്റായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് സ്ഥിരമായിട്ട് ആൾക്കാർ വന്നു പോകുന്നൊരു ലോഡ്ജ് തന്നെയാണ്. ഞങ്ങൾ ചെന്ന സമയത്തും അവിടെ ഒരു ജോർദാനി ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു. വില്ലേജ് ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയ സ്ഥലം. ഇങ്ങനെ താല്പര്യമുള്ള ആൾക്കാർക്ക് ഞാനിത് 100% റെക്കമെൻഡ് ചെയ്യാണ്. എക്സ്പെൻസീവ് ഒന്നുമല്ല. ദിലിജാനിലാണ്. എരവാനിൽ നിന്ന് ഒരു 1.5 മണിക്കൂർ യാത്രയുണ്ട്. ദിലിജാൻ ടൗണിൽ നിന്ന് ഒരു 600 dirhams കൊടുത്തു കഴിഞ്ഞാൽ ഈ ഹോട്ടലിൽ നമുക്ക് ടാക്സിയിൽ വരാം. ഒരു ഹോട്ടലിൽ ഞാൻ വിളിക്കുന്നില്ല, ഇതൊരു വീടാണ്. അതൊരു ഹോം സ്റ്റേ ആയിട്ട് അവർ ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. എൻ്റെ പുറകിലായിട്ട് നിങ്ങൾക്ക് കാണാം. ഇപ്പം പഴയ അർമേനിയൻ വീടുകൾ പുറകിൽ കാണാം. എന്തുകൊണ്ടും വൺസ് ഇൻ എ ലൈഫ് എന്താ പറയുന്നത്, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ്. കാരണം നമ്മൾ എത്രയോ ദൂരെ നിന്ന് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഒരു വില്ലേജ് ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരം പാഴാക്കരുതെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എനിക്കെന്തായാലും ഇവിടുത്തെ ഈ ഒരു അറ്റ്മോസ്ഫിയറും വൈബും ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വന്നിട്ട് എൻജോയ് ചെയ്യാം. ദിലിജാനിലാണ് സ്ഥലം. നല്ല ഇവിടുത്തെ ഓണറാണെങ്കിലും വളരെ പൊളൈറ്റാണ്, വളരെ സ്നേഹത്തോടെ. ഭാഷയുടെ ഒരു പ്രശ്നമുണ്ട്, ബട്ട് സ്റ്റിൽ അവരെ കൊണ്ടാവുന്ന രീതിയിൽ അവർ നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സഹകരിക്കുന്നുണ്ട്. എന്ത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവർ ചെയ്തു തരുന്നുണ്ട്. ഞങ്ങളങ്ങനെ ഒന്ന് ഫ്രഷായിട്ട് വൈകിട്ടത്തെ ഫുഡ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിൽ പതുക്കെ നടക്കാൻ ഇറങ്ങിയതാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 2.5 കിലോമീറ്റർ ഉണ്ട് ദിലിജാൻ ടൗണിലേക്ക് നടക്കാൻ വേണ്ടിയിട്ട്. ഈ അടുത്തൊന്നും വേറെ ഹോട്ടൽസൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ഗൂഗിളിലൊക്കെ തപ്പി ഒരു ഹോട്ടൽ കണ്ടുപിടിച്ച് പോവാണ്. ഈ പോകുന്ന വഴിക്കാണെങ്കിൽ 2 സൈഡിലും മുന്തിരി ചെടികളും ആപ്രിക്കോട്ടും പിയറും ആപ്പിളും ഒക്കെയാണ് പറമ്പിലൊക്കെ നിൽക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ കണക്ക് ഈ തക്കാളിയും വെണ്ടയും ഒക്കെ നിൽക്കുന്ന കണക്കെയാണ് ഇവിടെ ഈ ഫ്രൂട്ടൊക്കെ നിൽക്കുന്നത്. പഴയ വീടുകളും തനി ഒരു നാട്ടിൻപുറമാണ്. നമ്മുടെ നാട്ടിൻപുറം പോലും അല്ലെങ്കിലും ഇവിടുത്തെ നാട്ടിൻപുറമൊക്കെ ഇങ്ങനെ ആയിരിക്കും. ബട്ട് ഭയങ്കര ഫ്രഷ്നെസ് ആണ് എല്ലാം കാണുമ്പോൾ. ഒട്ടും പൊല്യൂട്ടഡ് അല്ലാത്ത ഒരു ഏരിയ തന്നെയാണ് ഇതൊക്കെ. ഞങ്ങളങ്ങനെ നടന്ന് മെയിൻ റോഡിലൊക്കെ എത്തി. കുറച്ചധികം ദൂരം ഉണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. എന്നാലും തണുപ്പ് ആയതുകൊണ്ട്, ചൂട് തീരെ ഇല്ലാത്തതുകൊണ്ട് നടന്നിട്ട് തന്നെ പോകാമെന്ന് വെച്ചു. പിന്നെ നടന്ന് നമ്മൾ സ്ഥലം കാണുന്നതിൻ്റെ അത്രയും ഒരു ഭംഗി വേറെ ഒന്നിനും കിട്ടില്ലല്ലോ. നമ്മൾ വണ്ടിയിലൊക്കെ പോയാലും കാണുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഞങ്ങളിപ്പോൾ ഇതൊക്കെ ദിലിജാൻ ടൗണിലേക്ക് നടക്കാൻ തുടങ്ങി. വലിയ തിരക്കൊന്നുമില്ല, വഴിയിലൊന്നും തിരക്കേയില്ല. വല്ലപ്പോഴും പോകുന്ന കുറേ വണ്ടികളല്ലാതെ ഒരു തിരക്കില്ല. ഇത് നമ്മൾ ടൗണിൻ്റെ ഏകദേശം തുടക്കത്തിലെത്തി. നമ്മൾ ആദ്യം ബസ് വന്ന് ഇറങ്ങിയത് ഈ ടൗണിൻ്റെ അങ്ങേ അറ്റമാണ്. ഇത് ഞങ്ങൾ ഇങ്ങേ അറ്റം തുടങ്ങി. ഇവിടുത്തെ മെയിനായിട്ടുള്ളൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഈ പഴയ ലാഡ കാറുകളും പിന്നെ നമ്മൾ ഈ അമേരിക്കൻ വാർ മൂവിലൊക്കെ കാണുന്ന കണക്കത്തെ കുറേ ട്രക്കുകളും പഴയ ടൈപ്പ് വണ്ടികളൊക്കെയാണ് ഇപ്പോഴും ഇവിടെ ഉള്ളത്. ഈ പുറം രാജ്യങ്ങളിൽ നിന്ന് ഏറ്റവും അധികം പഴയ വണ്ടി ഇറക്കുമതി ചെയ്യുന്നൊരു സ്ഥലമാണ് ഈ അർമേനിയ. ഇപ്പോൾ UAE എന്നൊക്കെ ആണെങ്കിൽ തന്നെ ഇഷ്ടം പോലെ സെക്കൻഡ് ഹാൻഡ് വണ്ടികളാണ് അർമേനിയയിലേക്കൊക്കെ ഇവർ കൊണ്ടുവരുന്നത്. അതുപോലെ ഞങ്ങൾ പോകുന്ന വഴിക്ക് കണ്ട ഒരു സൂപ്പർ മാർക്കറ്റാണ്. അത്യാവശ്യം വലിയൊരു സൂപ്പർ മാർക്കറ്റാണ്, ഹൈപ്പർ മാർക്കറ്റ് തന്നെ പറയാം. അതിൻ്റെ ഒരു ഓറഞ്ചിൻ്റെ ഒരു പടമൊക്കെ കണ്ടിട്ടാണ് ഓറഞ്ച് ഹൈപ്പർ മാർക്കറ്റ് ആയിരിക്കുന്നതാണ് ഞങ്ങൾ ഊഹിച്ചത്. അത് വായിക്കാനൊന്നും നമ്മളെ കൊണ്ട് പറ്റത്തില്ല. നല്ല വൃത്തിയുള്ളൊരു പട്ടണമാണ്. തീരെ ഒച്ചയും ബഹളവും കാര്യങ്ങളൊന്നുമില്ല. വളരെ വൃത്തിയുള്ളൊരു പട്ടണമാണ്. ഭംഗിയായിട്ട് അവർ സൂക്ഷിച്ചിട്ടുണ്ട്. എന്താ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നമുക്ക് ആരോടൊന്നും സംസാരിക്കാനൊന്നും പറ്റില്ല. ഭാഷ വല്ലാത്തൊരു പ്രോബ്ലമാണ് ഇവിടെ. ഇംഗ്ലീഷൊന്നും ഒരാൾ സംസാരിക്കില്ല. 100-ൽ ഒരാളൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കും നമുക്ക് കണ്ടുമുട്ടുന്നത്. നമുക്ക് അവരെ തപ്പി നടക്കാനും പറ്റില്ലല്ലോ. പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം വെച്ചാൽ ഇതുപോലെ ഈ ചെറിയ ചെറിയ കടകളിൽ ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് നമുക്ക് മേടിക്കാൻ കിട്ടും. കുറേയൊക്കെ ഇവരുടെ പറമ്പിൽ നിന്ന് തന്നെ പറിച്ച് വിൽക്കാൻ വെക്കുന്നതും പിന്നെ നല്ല ഫാമിൽ നിന്നൊക്കെ വരുന്നതായിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സാണ്. വളരെ വിലക്കുറവിൽ നമുക്ക് മേടിക്കാൻ വേണ്ടി കിട്ടും. ഇവിടെ കാണുമ്പോൾ ഒക്കെ നല്ല ആംബിയൻസുള്ള സ്ഥലമാണ്. ഇപ്പോൾ ഈ നടക്കുന്ന സൈഡിൽ ശരിക്കും പറഞ്ഞ ഒരു വലിയ ശ്മശാനമാണ്, സെമിത്തേരിയാണ്, ക്രിസ്ത്യൻ സെമിത്തേരി. എത്രയോ എനിക്കൊന്ന് 2 കിലോമീറ്ററോളം വിസ്തൃതിയിൽ കിടക്കുന്ന ഒരു സെമിത്തേരിയാണിത്. നല്ല കാശുകാരുടെയൊക്കെ ശവക്കല്ലറയാണെങ്കിൽ വലിയ പ്രതിമയും കാര്യങ്ങളൊക്കെ വെച്ച്
ഭയങ്കര സെറ്റപ്പിലാണ് ചെയ്തിരിക്കുന്നത്. Good idea. ഇത് ഈ ഒരു ഷെഡ് കാണുന്ന ഒരാളുടെ ശവക്കല്ലറയാണിത്. അവിടെ വലിയൊരു പ്രതിമയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആളുടെ ഒരു ജീവിച്ചിരുന്ന ആളുടെ ഒരു സ്റ്റാച്ചു ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ പുറകിൽ കാണാതിരിക്കും. ഒരുപാട് വലിയ സെമിത്തേരിയാണ്. റോഡ് സൈഡിൽ തന്നെ നടക്കുന്ന ആ ഏരിയയിൽ ചൂടൊന്നുമില്ല. ഇതിപ്പോൾ ഒരു എന്താ പറയുക, ഒരു ഹിൽ സ്റ്റേഷൻ ആയതുകൊണ്ട് ചൂടും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. എനിക്ക് തോന്നുന്നു അർമേനിയ വിസിറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ദിലിജാനിൽ വന്നിട്ട് ഒരു ദിവസം സ്റ്റേ ചെയ്യണം. വിൻ്റർ സീസണിലാണെങ്കിൽ പിന്നെ ഇവിടുത്തെ ഒരു ഗംഭീര ആംബിയൻസ് ആയിരിക്കും. ആ സമയത്താണ് ശരിക്കും സ്വിറ്റ്സർലാൻഡ് ഓഫ് അർമേനിയ എന്നൊക്കെ പറയാൻ പറ്റുക. ഇപ്പം നമുക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഒരു വില്ലേജ് ലൈഫ് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, എവിടെ നോക്കിക്കഴിഞ്ഞാലും ഫ്രൂട്ട്സാണ്. ഇപ്പോൾ നടക്കുന്ന വഴി തന്നെ റോഡ് സൈഡിൽ തന്നെ ആപ്പിൾ നിറഞ്ഞ് കിടക്കുകയാണ്. ആപ്പിള്, പിയേഴ്സ് ആർക്കും വേണ്ടാന്ന് തോന്നുന്നു, പഴുത്തിങ്ങനെ കിടക്കുന്നു. അത് നമുക്ക് കിട്ടുന്ന ഒരു ആദ്യത്തെ കാഴ്ചയാണ്. ഞാൻ ഇതുവരെ ഇങ്ങനെ ആപ്പിളൊന്നും പഴുത്ത് കിടന്ന് കണ്ടിട്ടില്ല. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യാനുള്ളൊരു സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അർമേനിയ വന്നിട്ടാണ് അങ്ങനത്തെ ആദ്യത്തെ ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. എന്തായാലും എനിക്ക് പറയാനുള്ള, അർമേനിയ വിസിറ്റ് ചെയ്യുന്ന ആൾക്കാർ വൺസ് ദിലിജാനിൽ എന്തായാലും വരണം. ദിലിജാൻ വന്നിട്ട് എല്ലാവരും കാണണം. നല്ലൊരു അടിപൊളി സ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് നടന്ന് വീണ്ടും കുറച്ച് എത്തിയപ്പം ഒരു ഓപ്പൺ സ്റ്റേഡിയം പോലെ നമുക്ക് തോന്നും. അതിൻ്റെ നടുക്കൊരു സ്റ്റേജ് ഉണ്ട്. ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് മാർബിളാണെന്ന് തോന്നുന്നു. മാർബിൾ കല്ലുകൊണ്ടാണ് ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. മനോഹരമായ ഒരു സ്റ്റേജും ഇരിപ്പിടങ്ങളൊക്കെ ആയിട്ട് ഇവിടുത്തെ ചിലപ്പം കൾച്ചറൽ പ്രോഗ്രാമോ അല്ലെങ്കിൽ ഡ്രാമ ഒക്കെ ചിലപ്പോൾ ഇവിടുന്ന് ഉണ്ടാവുമായിരിക്കും. വളരെ രസകരമായൊരു കാഴ്ചയായിരുന്നത്. മുമ്പോട്ട് നടക്കുമ്പോൾ നമുക്ക് ഈ ഊട്ടിയുടെ ഒക്കെ റോഡ് സൈഡിൽ കൂടെ ഒക്കെ നടക്കുന്ന ഒരു ഫീലാണ്. ഈ പൈൻ മരങ്ങളൊക്കെ കാണുമ്പം നമുക്ക് ആ ഒരു ഫീൽ എവിടേക്കോ കിട്ടുന്നുണ്ട്. നമ്മൾ കുറച്ചുകൂടെ മുമ്പോട്ട് നടക്കുമ്പോഴാണ് ഈ ഓൾഡ് ദിലിജാൻ എന്ന് പറഞ്ഞ ഒരു ഏരിയ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അവർ ഈ ദിലിജാൻ പട്ടണത്തിൻ്റെ പഴയ കാലത്തെ അതേപോലെ പുനഃസൃഷ്ടിച്ച് വെച്ചിരിക്കുകയാണ് ഈ ഒരു ഏരിയയിൽ. ഇവിടെ ചെറിയ ചെറിയ സുവനീർ കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെയൊക്കെ ആയിട്ട്. എന്നാലും അവരത് പഴയ അതേ തനിമയിൽ തന്നെ ഇപ്പോൾ അവർ പുനർനിർമ്മിച്ച് വെച്ചിട്ടാണുള്ളത്. അപ്പം നമ്മൾ ഏകദേശം ഹോട്ടലിലേക്ക് അടുത്തെത്തി. അപ്പം അതിന് തൊട്ട് മുമ്പ് തന്നെയാണ് ഈ ഓൾഡ് ദിലിജാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയ ഒക്കെ അവരുണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഏകദേശം നമ്മൾ ടൗണിൻ്റെ അങ്ങേറ്റത്തോളം നടന്നെത്താനായി. ഇപ്പം നമുക്ക് കാണാം, അങ്ങ് ദൂരെ കാണുന്നതാണ് ഞങ്ങൾ വന്നിറങ്ങിയ ബസ് സ്റ്റോപ്പൊക്കെ ഉള്ള ആ ഒരു സ്ഥലം. അവിടെയാണ് ദിലിജാൻ പട്ടണം തുടങ്ങുന്നത്. അവിടുന്ന് പല സ്ഥലങ്ങളിലേക്കും പോകുന്ന വഴികളും റൗണ്ട് അബൌട്ട് നമുക്ക് കാണാം. അവസാനം നടന്ന് ഞങ്ങൾ റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചു. ഇതിൻ്റെ പേര് ഓൾഡ് ദിലിജാൻ വൈനറി റെസ്റ്റോറൻ്റാണ്. അണ്ടർഗ്രൗണ്ടിലാണ് റെസ്റ്റോറൻ്റ് ഉള്ളത്. ചുറ്റും കരിങ്കല്ല് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഒരു റെസ്റ്റോറൻറ്റ്. നല്ല ആംബിയൻസിലുള്ള റെസ്റ്റോറൻ്റാണ്. അകത്തേക്ക് കയറുമ്പോൾ തന്നെ വളരെ കോസി ആയിട്ടുള്ളൊരു ഫീലിംഗാണ് നമുക്ക് ഉണ്ടാകുന്നത്. നല്ല രസമുള്ളൊരു റെസ്റ്റോറൻറ്റ്. ചുറ്റും മൊത്തം കരിങ്കല്ല് കൊണ്ട് കെട്ടി ആ ഒരു എന്താ പറയുക, ഇത് ഏത് ടൈപ്പ് ഓഫ് നിർമ്മിതിയാണെന്ന് എനിക്ക് പറയാൻ അറിയില്ല. പക്ഷേ വല്ലാത്തൊരു അറ്റ്മോസ്ഫിയറാണ് അവിടെ നമുക്ക്. ഇത് ഒരു റെസ്റ്റോറൻറ്റ് മാത്രമല്ല, ഇതൊരു ബാറും കൂടിയാണ്. നമുക്ക് എല്ലാ ടൈപ്പ് ഡ്രിങ്ക്സും അവിടെ കിട്ടും. വൈൻ മുതൽ ഹോട്ട് ഡ്രിങ്ക്സ് അടക്കം കൂൾ ഡ്രിങ്ക്സ് എല്ലാം നമുക്ക് കിട്ടും. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്തു. ഭക്ഷണമൊക്കെ വന്നു. ഞാനൊരു സൂപ്പ് ഓർഡർ ചെയ്തായിരുന്നു. പിന്നെ ലാം കഷ്ലാവ്, പിന്നെ നമ്മൾ ബ്രെഡുമാണ് ഓർഡർ ചെയ്തത്. സൂപ്പ് ആകെപ്പാടെ ചീറ്റിപ്പോയി. ബാക്കിയൊക്കെ ഓക്കെ. ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി അവിടുന്ന്. ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സൂപ്പ് കുറച്ച് പാളിപ്പോയി. സൂപ്പ് ഒരു ഉണക്ക ചെമ്മീനാണ് അതിനകത്ത് കിടന്നിരുന്നത്. അപ്പോൾ അതിനൊരു സ്മെല്ല് നമുക്ക് തീരെ പിടിക്കുന്നില്ല. പിന്നെ എന്താ പറയുക, കഷ്ലാവ ഓക്കെ ആയിരുന്നു, വലിയ കുഴപ്പമില്ല. പക്ഷെ ഞങ്ങൾ താത്തേവിൽ പോയിട്ട് വന്നപ്പം വേറെ സ്ഥലത്ത് കഴിച്ചിരുന്നു. അത്ര ഒരു ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഇവരെ ബ്രെഡ് കൊള്ളാം. ലെമണേഡ് അടിപൊളിയായിരുന്നു. കുറച്ച് എക്സ്പെൻസീവ് ആണ്, തീരെ അങ്ങനെ ലോ പ്രൊഫൈൽ റെസ്റ്റോറൻ്റ് അല്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പം ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കാനാണെങ്കിൽ, ഇപ്പോൾ വൈനോ അല്ലെങ്കിൽ ഹോട്ട് ഡ്രിങ്ക്സോ കഴിക്കാനാണെങ്കിൽ ഈ ഒരു ആംബിയൻസ് ബെസ്റ്റ് ആംബിയൻസ് ആണ്. ഇവിടെ വന്നിരുന്നിട്ട് സുഖമായിട്ട് കഴിക്കാം, എത്ര സമയം വേണമെങ്കിലും സംസാരിച്ചിരിക്കാം. അതിന് പറ്റിയൊരു ആംബിയൻസ് ആണ്. ഭക്ഷണത്തിന് ഇതൊരു നല്ല റെസ്റ്റോറൻറ്റ് തന്നെ റെക്കമെൻഡ് ചെയ്യില്ല. ഒരു 5.5 ഔട്ട് ഓഫ് 10 ഒക്കെ കൊടുക്കാൻ പറ്റുള്ളൂ.
ബാക്കി ആംബിയൻസ് വൈസ് ഇപ്പോൾ ഡ്രിങ്ക്സിനൊക്കെ ആണെങ്കിലും പെർഫെക്റ്റ് ഹോട്ടലാണ്. അതാണ് ഇതിനെപ്പറ്റി മെയിനായിട്ട് പറയാനുള്ളത്. എന്തായാലും തിരിച്ച് നടക്കാമെന്ന് വിചാരിച്ചു. റോഡ് ക്രോസ് ചെയ്തിട്ട് തിരിച്ച് നടന്നേക്കാമെന്ന് വിചാരിച്ചു. അധികം വണ്ടിയുള്ളതോ അല്ലെങ്കിൽ ഭയങ്കര ക്രൗഡഡ് ആയതായ സ്ഥലങ്ങളൊന്നുമില്ല. നടന്നു പോകാൻ പറ്റുന്ന ദൂരമേ ഉള്ളൂ. ഇനിയിപ്പം ആദ്യം ടാക്സിക്ക് പോകുന്നത് വിചാരിച്ചത്, പിന്നെ വിചാരിച്ചു ഓക്കെ നടക്കാം, വലിയ ചൂടും കാര്യങ്ങളൊന്നുമില്ല, കുറച്ച് കയറ്റമുണ്ട്, ബട്ട് ഇറ്റ്സ് ഓക്കെ. എല്ലാം നടക്കാം അല്ലേ ചിന്നു? അവിടെയൊക്കെ നടക്കുമ്പോഴത്തേക്ക് ഈ കഴിച്ച ഫുഡൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് ദഹിച്ച് സെറ്റാവുകയും ചെയ്യും. സമ്മർ ആയിരുന്നിട്ടുകൂടി അത്യാവശ്യം തണുപ്പൊക്കെ ഉള്ളൊരു നല്ലൊരു രാത്രിയായിരുന്നു അത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു രാത്രി, നല്ല നിലാമ്പെട്ടവും എന്നാൽ അതിഭീകരമായ ശാന്തതയുള്ളൊരു രാത്രി. ഒരു ഒച്ചപ്പാടും ബഹളമൊന്നും ഇല്ലാതെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള മനോഹരമായൊരു രാത്രിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. വലിയ തണുപ്പില്ല, ചൂടൊട്ടുമില്ല, ഒരു ചെറിയൊരു കുളിരുള്ള ഒരു കാലാവസ്ഥ, നല്ലൊരു ആംബിയൻസ് ആണ്. എന്താ പറയുന്നത്, ഇഷ്ടംപോലെ ഫ്രൂട്ട്സ് നിൽക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടുന്ന് ഒരു ആപ്പിൾ പറിച്ച് കഴിച്ചതേ ഉള്ളൂ. ഇങ്ങനത്തെ ഒരു ചാൻസ് നമുക്ക് എപ്പോഴും കിട്ടില്ലല്ലോ. ഇവിടെ കുറച്ച് ഒരു 5-6 നൈബേഴ്സ് മാത്രമേ അവർക്കുള്ളൂ. അപ്പോൾ വളരെ ചെറിയൊരു വില്ലേജ് എന്ന് തന്നെ പറയാം. ടൗണിൽ നിന്നൊരു 3-4 കിലോമീറ്റർ ഇപ്പുറമാണ്. മെയിൻ റോഡ് കുറച്ച് മുകളിലാണ്. എന്താ പറയുക, അർമേനിയയിൽ വന്നിട്ട് വളരെ എൻജോയ് ചെയ്തൊരു ഒരു ദിവസം. ഞങ്ങൾ വൈകുന്നേരം ഒരു 3 കിലോമീറ്റർ അപ്പുറം നടന്നു പോയി ഒരു ഫുഡ് കഴിച്ചു. ബാക്കി തിരിച്ചു വന്നിട്ട് ഇവിടെ കുറച്ച് പേരെ ഗസ്റ്റ് ഉണ്ടായിരുന്നു. ഒരാളൊരു ജോർദാനി ഉള്ള ഒരാളാണ്. പിന്നെ ഇവിടെ തൊട്ടടുത്ത വീട്ടിലെ ഒരു പയ്യനുണ്ട്, 25 വയസ്സുള്ള ഒരു പയ്യനുണ്ട്. അവനിവിടെ വന്നിരുന്നു. അവൻ ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കും. അപ്പോൾ ഞങ്ങൾ ഒരുപാട് നേരം സംസാരിച്ച് കുറേ മണിക്കൂറുകൾ സംസാരിച്ചിരുന്നു. ഇപ്പോൾ ആൾ തിരിച്ചു പോയതേ ഉള്ളൂ. പിന്നെ ഇവിടുത്തെ ഒരു ഓണർ ലളിത് എന്നാണ് പേര്. അവരുടെ ഒരു 50 വയസ്സായിട്ടുണ്ടാവും. ഇംഗ്ലീഷൊന്നും സംസാരിക്കില്ല, പക്ഷെ നമ്മുടെ അടുത്ത് കണ്ടിന്യൂസ് ആയിട്ട് റഷ്യയിൽ സംസാരിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ തിരിച്ച് ഇംഗ്ലീഷ് ഉത്തരം പറയും. എങ്ങനെയൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് മനസ്സിലാവുന്നുണ്ട് കാര്യങ്ങൾ. എന്താ പറയുന്നത്, അങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇപ്പം ഞങ്ങൾ ഈവനിങ് ഒരു റഷ്യൻ കപ്പിളിനെ ഇവിടുന്ന് പരിചയപ്പെട്ടു. അങ്ങനെ ഒരു ക്രൗഡഡ് അല്ല തീരെ. ഇങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈല് വലിയ എക്സ്പെൻസീവ് അല്ലാത്ത രീതിയിൽ എന്നൊരു വില്ലേജ് ലൈഫ് എൻജോയ് ചെയ്യാൻ വരുന്ന ആൾക്കാർ തീർച്ചയായിട്ടും വരുന്നൊരു സ്ഥലമാണിത്. തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ നിങ്ങളൊക്കെ ഇവിടെ വരാൻ നിങ്ങൾക്ക് ചാൻസ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്ലേസ് വിസിറ്റ് ചെയ്യണം. എന്താ പറയുന്നത്, നമുക്ക് വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണിത്. കുറച്ചും കൂടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഡെവലപ്ഡ് ആവാനുണ്ട്. മുറിയും ബെഡും കാര്യങ്ങളൊക്കെ അതൊക്കെ അവർ ചെയ്യുന്നൊക്കെയാണ് പറയുന്നത്. അതുകൂടെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെ പ്ലസൻ്റായിട്ട് നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണിത്. ഞാൻ ശരിക്കും റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് എല്ലാവരും ഇവിടെ വന്നിട്ട് ഒന്ന് താമസിക്കണം. ഈ ചുറ്റുപാട് തന്നെ നമ്മൾ ഒരുപാട് റിലാക്സ്ഡ് ആക്കും. എനിഹോ, അപ്പോൾ പിന്നെ ഇനി പോയിട്ട് കിടക്കട്ടെ. നാളെ രാവിലെ എണീറ്റ് ചുറ്റുപാടൊക്കെ ഒന്ന് കറങ്ങിയിട്ട് തിരിച്ച് യെരവാനിലേക്ക് തന്നെ പോകാനുള്ളതാണ്. ഗുഡ് നൈറ്റ്.